ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരു കാർ മേടിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ചതിക്കുഴികളുണ്ട്. ഞാൻ പറഞ്ഞ കാരണം എന്താ പറയുക, കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിൽ നിങ്ങൾക്ക് 20 ലക്ഷവും അതേപോലെ തന്നെ 10 കൊല്ലം നിങ്ങൾക്ക് വേസ്റ്റ് ആവും. കാരണം എന്തെന്ന് പറയണോ, PDI, പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ. ഒന്ന്, അവരുടെ സോഫ്റ്റ് സംസാരം, അതുപോലെ തന്നെ അവരുടെ കെയറിങ് ആൻഡ് ഡിസ്ട്രാക്ഷൻ. മെയിൻലി ഡിസ്ട്രാക്ഷനാണ് അവരുടെ ആയുധം. ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് തന്നെ അവർ ഭയങ്കര പോസിറ്റീവായിരിക്കും, ഭയങ്കര കെയറിങ് ആയിരിക്കും. നിങ്ങളെ പരമാവധി ഡിസ്ട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ക്യാരക്ടർ അറിഞ്ഞെടുക്കും. അതിനുശേഷമായിരിക്കും റിയൽ സ്കാം തുടങ്ങുക. നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട എന്ത് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ്, നിങ്ങൾ മേടിക്കാൻ പോകുന്ന കാറിനെക്കുറിച്ച് വ്യക്തമായ ഒരു തീരുമാനം നിങ്ങൾ വച്ചിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ സെക്കൻഡ്, ഷോറൂമിലായാലും കോളിക്കൂടിയായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ വെരി മെച്ചുവേർഡ് ആയിരിക്കണം. കൂടുതൽ ഫ്രണ്ട്ലി ആവരുത്. അതേപോലെ തന്നെ റഫ് ആവുമ്പോഴുള്ള നിങ്ങളുടെ ബുക്കിംഗ് ടൈമിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു പൈസ, ഒരു ടോക്കൺ മണി അവർ മേടിച്ച് വെച്ചിരിക്കും. ഇതിനെല്ലാം ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓൾമോസ്റ്റ് 1 വീക്ക് ഡെലിവറി ആവേണ്ട ഒരു 1 വീക്ക് നിയർ തന്നെ നിങ്ങൾക്കൊരു കോൾ വരും. അത് സ്റ്റാഫിൻ്റെ വകയായിരിക്കും. അതിനകത്ത് പറയാൻ പോകുന്നത്, സർ നിങ്ങളുടെ കാർ ഷിപ്പിംഗ് ഡെലിവറി ആയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി നമുക്കൊരു ഫുൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ആ കാർ നമുക്ക് ഹാൻഡ് ഓവർ അവർ ചെയ്യുള്ളൂ. സോ സാർ ഫുൾ പേയ്മെൻറ്റ് ഇപ്പം തന്നെ ചെയ്താൽ നമുക്ക് ഈ ഒരു ഡെലിവറി കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ 1 വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡിലേ ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാറ് കിട്ടും. ശ്രദ്ധിക്കുക, ഡിലേ, ദ വേർഡ് ഡിലേ ഏറ്റവും വെറുക്കുന്നതും അതേപോലെ തന്നെ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു വാക്കാണ് ഡിലേ. സൈക്കോളജിക്കലി ഡിലേ എന്നൊരു വേർഡ് അവർ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ തന്നെ ഫുൾ പേയ്മെൻറ്റ് നടത്തും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഒരു സ്ഥലത്തും നമുക്ക് കാർ ഹാൻഡ് ഓവർ ചെയ്യാണ്ട് നമുക്ക് ഫുൾ പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ ഹാഫ് പേയ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലോണാണ് കൊടുക്കുന്നെങ്കിൽ ആ ലോൺ ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് ആ ബാങ്ക് ഏജൻറ്റ് ഈ ഷോറൂമിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യൂല. ലൈക്ക് ബുക്കിംഗ് ടൈമിൽ നിങ്ങൾക്കൊരു പേപ്പർ, അത് ചേസ് നമ്പറും കാർ ഡീറ്റെയിൽസും ഉണ്ടാവും. അതെല്ലാം ശ്രദ്ധിക്കുക. അതിനുശേഷം നടക്കുന്ന രജിസ്ട്രേഷൻ, ഇവർ ഈ പറയുന്ന ഫുൾ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി പറയുന്ന ഈ കോളിക്കോട് പറയുന്ന കാരണം എന്താണെന്നറിയോ, ഇറ്റ്സ് എ ഗവൺമെൻറ് രജിസ്ട്രേഷൻ. നിങ്ങളുടെ നമ്പർ പ്ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയും ഗവൺമെൻറ് നിങ്ങളുടെ കാർ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറാണത്. സോ ആ ടൈമിൽ നിങ്ങൾക്ക് ഫുൾ പേയ്മെൻറ്റ് നടത്തണം നിർബന്ധമില്ല. ഷോറൂം കാരുടെ സ്കാം ആയിരിക്കും. യെസ്, സ്കാം എന്തെന്നാലേ, നിങ്ങൾ കാലങ്ങൾ ആഗ്രഹിച്ചിരുന്ന വീട് വെക്കുന്ന പോലെ തന്നെ നമുക്കൊരു ആഗ്രഹമുള്ള കാര്യമാണ് ഒരു നല്ല കാർ വാങ്ങുക. ആ കാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറായിരിക്കണം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് ഉണ്ടാവണം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയായിരിക്കണം. ബട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുമ്പോൾ ആ രീതിയിലല്ല കിട്ടുക. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഫുൾ പേയ്മെൻറ്റ് നടത്തിയുള്ള കാര്യമാണ് പറയുന്നത്. ഫുൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാർ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ വേറെ കളറായിരിക്കും, യൂസ്ഡ് ടയറായിരിക്കും, ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ബ്രോക്കൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ആ ഒരു കേസ് കൊടുത്താലും നിങ്ങൾക്ക് 10 വർഷം ശേഷം മാത്രമേ കിട്ടുള്ളൂ. ഫൈനുണ്ട്. ബട്ട് നിങ്ങളുടെ 10 കൊല്ലം വേസ്റ്റ് ആവും. ഓക്കെ, എങ്ങനെയായാലും നിങ്ങളത് നേരിട്ട് പോയി ചെക്ക് ചെയ്തിട്ട് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഫുൾ പേയ്മെൻറ്റ് നടത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഹാഫ് പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രം മതി. അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം നമ്മളിത് തരുള്ളൂ എന്നൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സേഫ് ആവാം. ഗവൺമെൻറ് നമ്മൾ കാർ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്ന ഒരു ടൈം പീരീഡാണത്. ആ ഒരു പേരും പറഞ്ഞുകൊണ്ടാണ് ഈ ഷോറൂംകാർ നമ്മുടെ അടുത്ത് തട്ടിപ്പ് കാണിക്കുക. സോ ഈ ഒരു സ്കാം എല്ലാ ശ്രദ്ധയെ കൊണ്ടുവരിക, മാക്സിമം ഷെയർ ചെയ്യുക, വേറൊരാർക്കും ഈ ഒരു ഗതി വരാണ്ടിരിക്കട്ടെ. സോ ഒന്നും കൂടി ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. PDI, പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം.